എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് പൈ അപ്രോക്സിമേഷൻ ഡേയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 22/7 എന്നത് ഏത് ഗണിത സംഖ്യയുടെ ഏകദേശ മൂല്യമാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, പൈയുടെ. പൈ എന്നത് ഏത് തരത്തിലുള്ള സംഖ്യയാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, അപൂർണ സംഖ്യ. ഒരു വൃത്തത്തിന്റെ പരിധി കണക്കാക്കുന്ന സൂത്രവാക്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, 2πr. പൈ ദിനം ആദ്യമായി ആചരിച്ചത് ഏത് രാജ്യത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, അമേരിക്ക. വൃത്തത്തിന്റെ വിസ്തീർണം കണക്കാക്കുന്ന സൂത്രവാക്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, πr². പൈയുടെ മൂല്യം ഏറ്റവും അടുത്ത് ഉദ്ദേശിക്കുന്ന ഭിന്നസംഖ്യ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, 22/7. ഗണിത ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ് പൈയുടെ മൂല്യം ആദ്യമായി കണക്കാക്കിയതിനു വേണ്ടി അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, ഗ്രീസ്. പൈ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, വില്യം ജോൺസ്. പൈ ദിനം ആചരിക്കുന്നത് ഏത് പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞന്റെ ജന്മദിനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ആൽബർട്ട് ഐൻസ്റ്റീൻ. പൈ ഒരു നിരന്തര സംഖ്യയായത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, അതിന് ഒടുവില്ല. പൈ = 3.14159 എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, നിരന്തര സംഖ്യ. ഒരു വൃത്തത്തിന്റെ വ്യാസം 14 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പരിധി എത്രയാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, 44 സെന്റിമീറ്റർ. ഗണിതത്തിൽ πr² എന്നത് ഏത് അളവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, വൃത്തത്തിന്റെ വിസ്തീർണം. പൈയുടെ പദസൂചകം ഗ്രീക്ക് അക്ഷരമാലയിലെ ഏത് അക്ഷരമാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, പൈ. പൈ എന്നത് ഒരു ഡാഷ് സംഖ്യയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, അസ്ഥിര സംഖ്യയാണ്. നിരന്തരമായ അവസാനമില്ലാത്ത അക്ഷരസംഖ്യ പൈയുടെ പ്രത്യേകത ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, ആവർത്തനമില്ലാത്തത്. ഗണിതത്തിൽ പൈ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രയോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, വൃത്തം. പൈയിന് സമാനമായി ഒരു സുപ്രധാന ഗണിത സംഖ്യയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, ഓൾ ഓഫ് ദ എബോവ്. പൈയിനെ കുറിച്ച് പഠിക്കാനായി വിദ്യാർത്ഥികൾ ആചരിക്കുന്ന ദിനം ഏതാണ്? പൈ അപ്രോക്സിമേഷൻ ഡേ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ പൈയിനെ ഉപയോഗിച്ച് ബിലോ സമീകരണം കണ്ടുപിടിച്ചു. ഏതാണത്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. പൈയുടെ മൂല്യം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലകളിൽ ഏറ്റവും പ്രശസ്തമായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. പൈ അപ്രോക്സിമേഷൻ ഡേ ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ജൂലൈ 22. വേൾഡ് പൈ ഡേ എന്നത് ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, മാർച്ച് 14. പൈയുടെ ആരംഭിക്കാത്ത ദശാംശങ്ങളിലേക്ക് എത്ര എണ്ണം വരെ കണക്കാക്കപ്പെട്ടിട്ടുണ്ട്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, 50 ട്രില്യൺ. ഒരു വൃത്തത്തിന്റെ ആസ്പദമായി ഗണിതപരമായ സാങ്കേതിക മൂല്യമാണ് പൈ. അതിന്റെ സങ്കേതം ആദ്യം ഉപയോഗിച്ച ഭാഷ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ഗ്രീക്ക്. പൈ അപ്രോക്സിമേഷൻ ഡേ ആചരിക്കുന്നത് ഏത് സൂത്രവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്? പൈ = 22/7. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം.
പൈ അപ്രോക്സിമേഷൻ ഡേ എന്നത് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 22/7 എന്നത് പൈയുടെ ഏകദേശ മൂല്യം കാണിക്കുന്നു. ജൂലൈ 22 പൈ അപ്രോക്സിമേഷൻ ഡേ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 22/7 എന്നത് ഡെസിമൽ ആയി 3.14നെ സമീപിക്കുന്നു. പൈ അപ്രോക്സിമേഷൻ ഡേ ആചരിക്കുന്നത് ഏറ്റവും സാധാരണമായത് ഏതാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കണക്കെടുപ്പ് മത്സരം. പൈ അപ്രോക്സിമേഷൻ ഡേ ആചരിക്കുന്നത് ഏത് പൈ ദിനത്തിൻ്റെ ആൾട്ടർനേറ്റീവ് ആയി കണക്കാക്കുന്നു? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മാർച്ച് 14 പൈ ഡേയുടെ. പൈ അപ്രോക്സിമേഷൻ ഡേ ആദ്യമായി ആചരിച്ചത് ഏത് വർഷത്തിൽ ആണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1988 മുതൽ. ഗണിതശാസ്ത്രത്തിൽ പൈ എന്നത് എന്തിൻ്റെ അനുപാതം ആണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പരിസരം ഓർ വ്യാസം. 22/7 എന്നത് പൈയുടെ മൂല്യം കണക്കാക്കാൻ ഉപയോഗിച്ച ആദ്യ വ്യക്തി ആര്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ആർക്കിമിഡീസ്. ഗണിതത്തിൽ പൈയുടെ സംജ്ഞയായി പൈ എന്ന പദം സ്വീകരിച്ചത് ഏത് ദശാബ്ദത്തിലാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 18-ാം. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ വിദ്യാർത്ഥികൾ എന്ത് രൂപത്തിൽ സൃഷ്ടികൾ അവതരിപ്പിക്കുന്നു? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പൈ റെസിറ്റേഷൻ. 22/7 എന്നത് പൈയെ ഏകദേശം കാണിക്കുന്നതിനുള്ള ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഭിന്നസംഖ്യ. പൈ അപ്രോക്സിമേഷൻ ഡേ ആചരിക്കുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഗണിതം പ്രേമികൾ. പൈ എന്നത് ഗ്രീക്ക് അക്ഷരമാണെന്നും അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അനുപാതം. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ പൊതുവെ ഏത് തരം മത്സരം സംഘടിപ്പിക്കാറാണ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പൈ സംഖ്യാ ഓർമ്മ മത്സരം. പൈ അപ്രോക്സിമേഷൻ ഡേന് അനുയോജ്യമായ ഒരു ചുമർ എഴുത്ത് താഴെ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. റെസ്പെക്ട് ദ റേഷ്യോ. 22/7 എന്നത് പൈയുടെ ഏകദേശ മൂല്യമായത് കാണിക്കാൻ ഉപയോഗിച്ച ചരിത്ര രേഖ ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ദ സാൻഡ് റക്നോർ. പൈ അപ്രോക്സിമേഷൻ ഡേ ആഘോഷിക്കാൻ വൃത്തത്തിൽ മധ്യത്തിൽ എഴുതുന്ന കുറിപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പൈ = 22/7. പൈ അപ്രോക്സിമേഷൻ ഡേ ആചരിക്കുന്നത് പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള ഉൽപ്പന്നം ആഹാരമായി ഉപയോഗിച്ച് കാണപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പൈ. പൈ അപ്രോക്സിമേഷൻ ഡേന്റെ പ്രധാന സന്ദേശം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഗണിതശാസ്ത്രം സൗന്ദര്യമാണ്. പൈ അപ്രോക്സിമേഷൻ ഡേയിലേക്ക് ഏറ്റവും അനുയോജ്യമായ ആവിഷ്കാര ശൈലി ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സർക്കിൾ ജിയോമെട്രി മോഡൽ. 22/7 എന്നത് ഡെസിമൽ രൂപത്തിൽ എത്രത്തോളം പൈയെ സമീപിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 3.1428. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ പ്രാധാന്യമുള്ളത് ഏത് ഗണിത വസ്തുവാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വൃത്തം. ഗണിതശാസ്ത്രത്തിൽ പൈ അപ്രോക്സിമേഷൻ ഡേന് പ്രചാരമുള്ളത് ഹാഷ്ടാഗ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. #പൈ അപ്രോക്സിമേഷൻ ഡേ. പൈ അപ്രോക്സിമേഷൻ ഡേ കണക്കാക്കി കാണുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. പൈ = 22/7 എന്ന ഉപമാനം. പൈ അപ്രോക്സിമേഷൻ ഡേന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പൈയുടെ അടിസ്ഥാന രൂപം മനസ്സിലാക്കുക.
പൈ അപ്രോക്സിമേഷൻ ഡേ പ്രത്യേകതയുള്ളതായത് ഏത് പൈയുള്ള സൂത്രവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പൈ ഈസിക്കൽ ടു സി ബാർ ആർ. 22/7 എന്നത് പൈയുടെ മൂല്യത്തിന് ഏറ്റവും സമീപമുള്ള ആർക്കിമിഡീസ് കണ്ടെത്തിയത് വഴി ഏത് രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, ഗ്രീസ്. ജൂലൈ 22 പൈ അപ്രോക്സിമേഷൻ ഡേ ആയി അറിയപ്പെടുന്നത് അതിൻ്റെ ഡെസിമൽ മൂല്യമായ ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, 3.142857. മികച്ച പൈ അപ്രോക്സിമേഷനായി 22/7 പ്രചാരത്തിൽ കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ആർക്കിമിഡീസ്. ഒരു വൃത്തത്തിൻ്റെ പരിധി ഓർ വ്യാസം എന്നത് എന്തിനെയാണ് തുല്യപ്പെടുത്തുന്നത്? ഓപ്ഷൻ സി, പൈ. പൈ അപ്രോക്സിമേഷൻ ഡേ അനുബന്ധമായി സ്കൂളുകളിൽ ഏറ്റവും സാധാരണമായി നടത്തുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, മെമ്മറി ചലഞ്ച് പൈ ഡിജിറ്റ്. പൈ അപ്രോക്സിമേഷൻ ഡേ ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, ഗണിതത്തിൽ അത്ഭുതം ഉണർത്തൽ. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഏത് തരം കഥകളാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, പൈ സ്റ്റോറീസ്. പൈ അപ്രോക്സിമേഷൻ ഡേയുടെ ഉപരിലോകത്ത് മാർച്ച് 14 എന്തിനാണ് ആചരിക്കുന്നത്? നാഷണൽ പൈ ഡേ. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ പ്രചാരത്തിലുള്ള ഏത് വിനോദ പരിപാടിയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, പൈ ഡിജിറ്റ് റെസിറ്റേഷൻ. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ ഉപയോഗിക്കുന്ന ഉപാധികൾ ഏത് ആകുന്നു? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, മേൽ പറഞ്ഞവയൊക്കെ. 22/7 എന്നത് ഡെസിമൽ ആയി എത്ര ദശാംശം വരെ പൈയുടെ അടുത്ത് ചേർന്നിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, 6 ദശാംശം വരെ. പൈ അപ്രോക്സിമേഷൻ ഡേയുടെ പ്രധാന പ്രതീകത്തിൻ്റെ ആകൃതി എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, വൃത്തം. കാൽക്കുലേറ്റർ ഇല്ലാതെ പൈയുടെ മൂല്യം എളുപ്പത്തിൽ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, 22/7 സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു വൃത്തത്തിൻ്റെ പരിസരം 66 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വ്യാസം എത്ര? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, 21 സെൻറ്റിമീറ്റർ. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ കുട്ടികൾ നിർമ്മിക്കുന്ന പൈ ആർട്ട് പലപ്പോഴും എന്തിൻ്റെ രൂപത്തിൽ കാണാം? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, സർക്കിൾ കൊളേജ്. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ ഉപയോഗിക്കുന്ന പ്രസിദ്ധമായ ഗണിത ചിന്ത ശൈലി ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, റേഷ്യോ റീസണിംഗ്. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ പൈ എന്ന അക്ഷരം പലപ്പോഴും പ്രതിനിധീകരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ഗ്രീക്ക് പൈ. ചൈനയിലെ പഴയ ഗ്രന്ഥങ്ങളിലായി പൈ ഈസിക്കൽ ടു 355/113 എന്നത് ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയ ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ദ 9 ചാപ്റ്റേഴ്സ്. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ വിദ്യാർത്ഥികൾ പരീക്ഷിക്കുന്നത് സാധാരണയായി ഏത് തലത്തിൽ? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, പൈ സെൻട്രിക് ആക്ടിവിറ്റീസ്. ഒരു പൈ ക്വിസ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരാനുള്ള വിഷയം ഏത് ആയിരിക്കും? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, പൈയിൻ്റെ ഡെസിമൽ വാല്യൂ. പൈ അപ്രോക്സിമേഷൻ ഡേ പ്രചാരത്തിൽ കൊണ്ടുവന്നത് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ആണ് ആദ്യം തുടങ്ങിയത്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, സാൻ ഫ്രാൻസിസ്കോ എക്സ്പ്ലോറേറ്ററിയം. പൈ അപ്രോക്സിമേഷൻ ഡേ പൈയുടെ ഡെസിമൽ നിരയിൽ വരുന്ന കൃത്യമായ ഏത് സംഖ്യയാണ് അടുപ്പിക്കുന്നതെന്ന് പറയാം? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, 3.142857.
പൈ അപ്രോക്സിമേഷൻ ഡേ ആഘോഷത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രസംഗ വിഷയം ഏത് ആയിരിക്കും? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. പൈ ഇൻ നേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. പൈ അപ്രോക്സിമേഷൻ ഡേ കാഴ്ചവെക്കുന്നത് പൈയുടെ എന്ത് സവിശേഷതയാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ഏകദേശം കൃത്യതയുള്ള പ്രതിനിധാനം. പൈ അപ്രോക്സിമേഷൻ ഡേന്റെ മുഖ്യ സന്ദേശം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഗണിതത്തിലെ കലാസൗന്ദര്യം ആഘോഷിക്കുക. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ ഗണിതശാസ്ത്രജ്ഞർ കൂടുതൽ സംയോജനങ്ങൾ നടത്തുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. സംഖ്യാശാസ്ത്രം. പൈ അപ്രോക്സിമേഷൻ ഡേന്റെ മറ്റൊരു പേരായി ചിലപ്പോൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 22/7 ഡേ. പൈ ഈസ് ഇറേഷണൽ എന്നത് ആദ്യമായി തെളിയിച്ച ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ലാംബർട്ട്. പൈ അപ്രോക്സിമേഷൻ ഡേ ആഘോഷിക്കുന്നതിൻ്റെ ഗണിത പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. 22/7 എന്നത് പൈയുടെ ഏറ്റവും പ്രശസ്തമായ ഏകദേശ മൂല്യമാണ്. ഒരു വൃത്തത്തിന് 14 സെന്റിമീറ്റർ വ്യാസമുണ്ടെങ്കിൽ അതിൻ്റെ പരിധി എത്ര? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 44 സെന്റിമീറ്റർ. പൈ അപ്രോക്സിമേഷൻ ഡേന്റെ പൈൻ്റെ ആകൃതിയിലുള്ള എന്ത് പൊതുവെ കഴിക്കാറ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. പൈ. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന പോസ്റ്ററിൽ പ്രധാനമായി പ്രത്യക്ഷപ്പെടുന്ന അക്ഷരം ഏത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. പൈ. 22/7 എന്നത് പൈയുടെ ഡെസിമൽ വാല്യൂ നന്നായി സമീപിക്കുന്നത് എത്രത്തോളം കൃത്യതയോടെയാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 99.96%. ആർക്കിമെഡീസ് പൈ കണക്കാക്കിയ ഫേമസ് രീതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. പോളിഗൺ അപ്രോക്സിമേഷൻ. പൈ ഈസിക്കൽ ടു 22/7 എന്നത് ശരിയായ മൂല്യമല്ലെങ്കിലും ഡാഷ് ആയി സ്വീകരിക്കപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ഏകദേശ മൂല്യം. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിൽ ഒന്നാണ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. പൈ റംഗോലി. പൈ അപ്രോക്സിമേഷൻ ഡേ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നവർ ഏത്? ഗണിതാധ്യാപകർ. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. 22/7 എന്നത് പൈയുടെ ഡെസിമൽ വാല്യൂ ആയ 3.141592 ഏകദേശം ഡാഷ് വരെയാണ് അടുപ്പിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 3.1428. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ ഗണിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന വിഷയം ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. പരിധിയും വ്യാസവും. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ കുട്ടികൾ ചോദ്യമായി നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 22/7 എത്രത്തോളം പൈയെ സമീപിക്കുന്നു എന്നത്. ഒരു വൃത്തത്തിൻ്റെ പരിധിയും വ്യാസവും തമ്മിലുള്ള അനുപാതം പൈ ആണെന്ന് ആദ്യം നിരീക്ഷിച്ചതാര്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ആർക്കിമിഡീസ്. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ ഉൾപ്പെടുന്ന പ്രശസ്ത ഗണിതപരമല്ലാത്ത ആചാരങ്ങളിൽ നിന്ന്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. പൈ തീംഡ് പോയട്രി. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ നടത്തപ്പെടുന്ന ഉപദേശപരമായ പ്രസംഗങ്ങൾ പ്രധാനമായും ധ്വനിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഗണിതത്തിൽ കൃത്യതയുള്ള പ്രാധാന്യം. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ ചിലപ്പോൾ നടത്തിയേക്കാവുന്ന ചെറിയ പരീക്ഷണമാണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. പേപ്പർ സർക്കിൾ കട്ടിംഗ് ടു ടെസ്റ്റ് പൈ. പൈ അപ്രോക്സിമേഷൻ ഡേയോട് അനുബന്ധിച്ച് നടത്തിയ പ്രശസ്തമായ ഓൺലൈൻ ചലഞ്ചുകൾക്ക് പേരായിരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. #പൈ ചലഞ്ച്. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ പൊതുവായി ഒഴിവാക്കുന്ന പദം ഏത്? ഓപ്ഷൻ
സി ആണ് ശരിയായ ഉത്തരം, എക്സാക്റ്റ്. 22/7 എന്നത് പൈയെ മാത്രമല്ല ഡാഷിൻ്റെ പ്രാധാന്യവും പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, അനുപാതം. പൈ അപ്രോക്സിമേഷൻ ഡേ പൈ ഡേ എന്നതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ഏകദേശ മൂല്യത്തെ ആധാരമാക്കുന്നു. പൈ അപ്രോക്സിമേഷൻ ഡേയിൽ ഗണിതം പ്രദർശനത്തിന് പൊതുവെ കണക്കാക്കുന്ന വാക്ക്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, പൈ = 22/7.